രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പോലീസ് ജീപ്പിൽ കയറ്റി രാഹുൽ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പോലീസ് പുറപ്പെട്ടിരിക്കുന്നു. വളരെ പെട്ടെന്നുള്ള നീക്കം. പ്രതിഷേധക്കാർക്ക് പ്രതിഷേധത്തിനുള്ള ഇടം നൽകാതെ വളരെ പെട്ടെന്ന് ആശുപത്രിയോട് ചേർത്ത് നിർത്തിയിട്ട വാഹനത്തിൽ കയറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നു. പത്തനംതിട്ട ആശുപത്രിയിൽ നിന്ന് കുറച്ചധികം സമയമായി അവിടെ പോലീസ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പുറത്തേക്ക് ഇറക്കാതെ നിൽക്കുകയായിരുന്നു. നൊടിയിടയിൽ രാഹുലിനെ ഇറക്കിയത് വാഹനം ആശുപത്രിക്ക് ചേർത്തിട്ടിരുന്നു. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അതിലേക്ക് കയറ്റി ഇനിയിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്കായിരിക്കും കൊണ്ടുപോവുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റ് അവിടെ സമീപത്ത് തന്നെയാണ്. അവിടേക്ക് കൊണ്ടുപോയി അവിടെ ഹാജരാക്കിയ ശേഷമായിരിക്കും ഇനി രാഹുലിനെ റിമാൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ കഴിയുക. എന്തായാലും പ്രതിഷേധക്കാരെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് രാഹുലിനെ നീക്കാൻ, വലിയ പ്രതിഷേധങ്ങൾക്ക് വലിയ സംഘർഷങ്ങൾക്ക് ഇട നൽകാതിരിക്കാൻ പോലീസിന് അത് വിജയകരമായി കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്ന് നേരത്തെ കാത്തിരിപ്പിന് ശേഷം പോലീസ് പുറത്തെത്തിച്ചിരിക്കുന്നു. അവിടെ കൂടി നിന്ന് പ്രതിഷേധക്കാരെ അവർക്കിടയിൽ കൂടെ കൊണ്ടുവരാതെ കനത്ത സുരക്ഷയൊരുക്കി പ്രതിഷേധക്കാർക്ക് അവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടം നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ അവിടെ നിന്ന് കൂടി നിന്ന പോലീസ് സന്നാഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം മറികടക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ പോലീസുകാരെ അവിടെ എത്തിച്ചിരുന്നു. അതുകൊണ്ട് ആ പ്രതിഷേധക്കാർക്കിടയിലൂടെ കൊണ്ടുവരുന്നതും അതിനെ തുടർന്നുള്ള സംഘർഷം ഒഴിവാക്കാനുമാണ് പോലീസ് ശ്രമിച്ചത്. അതെന്തായാലും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞു. ആശുപത്രിയുടെ വാതിലിനോട് ചേർത്ത് നിർത്തി, ആ ഗേറ്റിനോട് ചേർത്ത് നിർത്തിയിരുന്നു വാഹനം. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്കിടയിലൂടെ വരേണ്ടി വന്നില്ല. കനത്ത പോലീസ് സുരക്ഷയിൽ വളരെ പെട്ടെന്ന് രാഹുലിനെ വാഹനത്തിനകത്തേക്ക് കയറ്റാനും അവിടെ നിന്ന് കൊണ്ടുപോകാനും പോലീസിന് കഴിഞ്ഞു. അവിടെ വഴിയിൽ ഉടനീളം പ്രതിഷേധക്കാരുടെ ഒരു സംഘമുണ്ട്. അവിടെ നിന്ന് വാഹനത്തിന് നേരെ പ്രതിഷേധിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. അതിവേഗം പോലീസ് വാഹനം അവിടെ നിന്ന് മുന്നോട്ടായിരുന്നു. വലിയൊരു പോലീസ് ബന്ദോബസ്ത്, അവിടെ ഒരു വലിയ പോലീസ് വാഹനം തന്നെ അവിടെ നിന്ന് കാണാം. അതിൽ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പരിസരത്ത് അങ്ങാടിയിൽ നിന്നും വലിയ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. അവിടെ കൂടിയിരുന്ന ആളുകളിൽ നിന്നുള്ള ചെറിയ മുദ്രാവാക്യങ്ങൾ ഒഴികെ മറ്റു വലിയ പ്രതിഷേധങ്ങൾക്കൊരവസരം ഉണ്ടായില്ല. അവരെയും മറികടന്ന പോലീസ് വാഹനം പിന്നിട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കിട നൽകാതെ, അവരുടെ പ്രതിഷേധങ്ങൾക്കൊരു വഴിയൊരുക്കാതെ പോലീസിന് വളരെ പെട്ടെന്ന് രാഹുലുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കിടന്നുണ്ട് ഇങ്ങനെ
യെസ്, കനത്ത പ്രതിഷേധങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കാൻ വേണ്ടിയാകണം ഇനിയുള്ള ശ്രമം, ഇനിയുള്ള നീക്കങ്ങൾ. ആശുപത്രിയിലേക്ക് കയറ്റുമ്പോഴും നമ്മൾ കണ്ട പ്രതിഷേധം അതേ രീതിയിൽ തുടരുന്നതാണ് ഇറക്കുമ്പോഴും കണ്ടത്. രണ്ട് കവാടങ്ങളിലുമായി BJP CPM പ്രവർത്തകർ അണിനിരന്ന് രാഹുലിനെ കൂക്കി വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കിടയിൽ പണിപ്പെട്ട് ഇതിനിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിക്കൊണ്ടുവന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റിനടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഏറെക്കുറെ 2 മണിക്കൂറോളം എടുത്ത വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, ഇനി നേരെ മജിസ്ട്രേറ്റിനടുത്തേക്കാണോ? ലിജോ, തിരിച്ചിറക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കാര്യമായൊന്നും പ്രതികരിക്കുന്നത് കണ്ടില്ല. വലിയ ബഹളത്തിനിടയിൽ പോലീസ് ഒരുക്കിയ കനത്ത ബന്ദോബസ്തിനിടയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയ വാഹനത്തിലേക്ക് കയറ്റിയത്. ഇപ്പോൾ നേരെ മജിസ്ട്രേറ്റിനടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ലിജോ, കേൾക്കാമോ?